ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. എൻ്റെ കുഞ്ഞു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ കൂട്ടുകാർക്കെല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. ഞാൻ ഇവിടെ സുഖമായിരിക്കുന്നു, അൽഹംദുലില്ലാഹ്. ഇന്ന് ബറാത്തിൻ്റെ വിശേഷമായിട്ട് ഞാൻ വന്നിട്ടുള്ളത്. എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം. പുതിയ കൂട്ടുകാരുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ലൈക്കും കമൻറ്റിനായി ഞാൻ കാത്തിരിക്കുന്നു. ഇത് രാവിലെ തന്നെ എണിച്ച് ഞാനിപ്പോൾ മുത്താറിൻ്റെ ദോശ ഒന്നും കഴിക്കാനില്ല. പയർ തന്നെ എല്ലാ വക പയറും ഇട്ടിട്ട് അരച്ചിട്ട് ദോശ ആക്കും. നല്ലതാകുന്നുണ്ട് മക്കളെ. ഇപ്പോൾ ജിമ്മിന് പോകാത്ത 15 ദിവസമായി മക്കളെ, പോകാനേ ഇല്ല. ആ ദോശയും ചട്നിയും കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾക്ക് കുറച്ച് പണിയുണ്ടായിരുന്നു. കാറിൻ്റെ ഇൻഷുറൻസ് എല്ലാം കെട്ടാൻ പോവാണ്. അതെല്ലാം കെട്ടിയിട്ട് വന്ന് പിന്നെ ഞാൻ കുമ്പളങ്ങ ചരണ്ടിയിട്ട് പാത്തിമ തന്നതിന് ഞാനൊരു അലുവാക്കി. അതിൻ്റെ റെസിപ്പിയൊന്നും ഞാൻ പറയുന്നില്ല, ഇത് അലുവാക്കുന്നത് കാട്ടിക്കുന്നത്. പിന്നെ എന്ത് മക്കളെ വിഷയം, നിങ്ങൾ ബറാത്തിക്കെല്ലാം എന്താക്കി, അപ്പെല്ലാം എന്താക്കിയത് എന്ന് പറയണം കമൻറ്റിൽ. ഞാൻ കൊരുത്തിത്തി അപ്പാടെല്ലാം അങ്ങോട്ടെല്ലാം പറയുന്ന നെയ്യപ്പാണ്. കൊരുത്തിത്തി അപ്പാക്കി. പിന്നെ കാസർഗോഡ്കാര ഇത് ബേക്കാച്ചി അതും ആക്കി. പിന്നെ മധുരക്കെതുങ്ങെന്ന് ഞങ്ങൾ പറയും കെതുങ്ങ് കഴിച്ച്. പിന്നെ ബോണ്ടി ഉണ്ടാക്കി, മുട്ട ബോണ്ടി നല്ലതായിട്ടുണ്ട്. പിന്നെ കുമ്പളങ്ങൻ്റെ അലുവയാക്കി. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്. എല്ലാം ഉണ്ടാക്കി എല്ലാവരും തിന്ന് കഴിച്ച് നല്ല ഉഷാറായി. പിന്നെ എല്ലാവരും പുതിയ ഡ്രസ്സെല്ലാം ഇട്ട് കുളിച്ച്, പുതിയ ഡ്രസ്സിട്ട് നിസ്കരിച്ച് 3 യാസീനോതി ദുഃഖാൻ സൂറത്തോതി എല്ലാ തെസ്ബിയും നിസ്കാരം ഇന്നലെ ദുആന്ന എല്ലാം നല്ല പൊലിസായി, നല്ല മനസ്സിന് സമാധാനമായി. ഇത് ഞാൻ പാത്തിമക്കെല്ലാം ഇതെല്ലാം ആക്കിയിട്ട് ബാറ്ററെല്ലാം റെഡിയാക്കിയിട്ട് കൊടുത്തിന്. ഓളം മുറിച്ചിട്ടും കൊടുത്തിന്. അങ്ങനെ ഓളെല്ലാം ഫ്രൈ ആക്കുന്നത്. ഇതെല്ലാം ഫ്രൈ ആക്കിയോ തന്നെ. പിന്നെ ബീഫ് കറിയും വത്തളും ആക്കി ജാവക്ക്. ബീഫിൻ്റെ ഒരു കറി ബീഫിനെ വേവിച്ച് പിന്നെ ഉള്ളിയും തമ്പട്ട എന്ത് ഫ്രൈ ആക്കാത്ത തന്നെ കഴിച്ച്. ഇന്നലെ കുറേ പണിയുണ്ടായാലും നല്ലതായി മക്കൾ. മാത്രം ബീഫിൻ്റെ കറി നല്ലതായി. പിന്നെ ഇപ്പം ആരെ കമൻ്റൊന്നും കാണാനില്ല. എല്ലാവരും കമൻ്റ് ഇടണം, ലൈക്ക് ഇടണം. കമൻ്റേ ഇല്ല, തീരെ ഇല്ല. സബ്സ്ക്രൈബും കുറവ് ഇപ്പോൾ. പിന്നെ നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ ഞാൻ മുന്നോട്ട് പോകും. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ഇടണം, കമൻ്റ് ഇടണം. പിന്നെ നിങ്ങളെല്ലാം എന്താക്കുന്ന ഉഷാറിലുണ്ടോ? എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും എനിക്ക് സബ്സ്ക്രൈബ് ചെയ്തവർക്ക് എല്ലാവർക്കും നന്ദിയുണ്ട്. ഇത് ഞാൻ ബീഫ് വേവിച്ച് പുറത്തടുപ്പിൽ വെക്കാമെന്ന് ഇടിച്ച് പിന്നെ ഒരു മടിയായി. അങ്ങനെ മുളക് പൊടിയില്ലാഞ്ഞ് പിന്നെ മുളക് കുറച്ച് വറുത്ത്, പിന്നെ കൊത്തമ്പാരി ഇടിയില്ലാഞ്ഞ് പൊടി ഇട്ടിട്ട് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് എല്ലാം വറുത്തിട്ട് അരച്ചിട്ട് അതിൽ കൂട്ടി. ഇന്നലെ അവിടുന്നവിടെയൊക്കെ എല്ലാം ബീഫിൻ്റെ കറിയൊക്കെ ഞാൻ പുറത്ത് വെച്ചിട്ടാണ്. ഇന്ന് നോമ്പുണ്ട്. നോമ്പിൻ്റെ എന്തോ ആക്കിയിട്ടില്ല. ഇപ്പോൾ ഞാൻ കിച്ചണിക്ക് പോകണം. ചിക്കൻ കറി വെക്കണം, പത്തളം ഉണ്ടാക്കണം, പിന്നെ എന്തെങ്കിലും സ്നാക്ക് ആക്കണം വിചാരിക്കുന്നു ഇൻഷാ അല്ലാഹ്. ഇതെല്ലാം ആക്കിയിട്ട് ഞാൻ വെച്ചിട്ട് ഫോട്ടോ വീഡിയോസ് എല്ലാം എടുത്തത് മക്കളെ. പിന്നെന്ത് മക്കളെ വിഷയം? പിന്നെ അവിടെ തന്നെ വെച്ചങ്ങടെ ബാക്കിയാണ് വീഡിയോ വെച്ചങ്ങ ഇന്ന് തന്നെ അല്ലേ എനിക്ക് പോസ്റ്റ് ആക്കുന്നത്. പിന്നെ ഞാൻ ഫാമിലി ടൂർ പോയിട്ടുണ്ട് 12-ാം തീയതി. അതിൻ്റെ വീഡിയോ ഇടും ഇൻഷാ അല്ലാഹ്. നിങ്ങളെല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം. ഞാൻ ഹൗസ് ബോട്ട് നീലേശ്വരം പോയിട്ടുണ്ട്. അതിൽ കുറേ ആൾക്ക് വീഡിയോ ഇടാൻ കാലാനായിട്ട് വിരോധമെല്ലാം ഉണ്ട്. അതിനുകൊണ്ട് ഒരു മടിയാന്ന്, മൂടൗട്ടാന്ന്. കുറേ ആളതിലുണ്ട് വീഡിയോ എല്ലാം ഇടണ്ടാൻ പറഞ്ഞത്. അങ്ങനെ കുറേ എഡിറ്റാക്കുമ്പോൾ അതിനെല്ലാം സ്കിപ്പാക്കിയിട്ട് ഇടണ്ടേ. ഒരു മൂടൗട്ടാണ്. എനിക്ക് പോസ്റ്റ് ആക്കുവാനേ മനസ്സേ വരുന്നില്ല. ഇടും ഇൻഷാ അല്ലാഹ്. മാക്സിമം എങ്ങനെയെങ്കിലും ഇടാൻ നോക്കുന്നുണ്ട്. പിന്നെ ഐഷുൻ്റെ ഡ്രസ്സ്, ഇത് ഇന്നലത്തെ ബറാത്തി ഡ്രസ്സ് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് എഴുതണം. പിന്നെ എൻ്റെ ഡ്രസ്സ് ഭർത്താവ് ഗൾഫിൽ നിന്ന് കുവൈറ്റിൽ നിന്ന് കൊടുത്തയച്ചത്. ബൾബ് ഇട്ട് ഫുള്ള്
പിന്നെ നെയ്മും നബിലെല്ലാം ഇടുന്ന തന്നെ എടുത്തത്. ഫാത്തിമ ഉപ്പളത്ത് നിന്ന് എടുത്ത. അവള് വീട്ടിലിടുന്ന ഡ്രസ്സ് തന്നെ എങ്ങനെ എടുക്കണമല്ലായിട്ട് ഒന്ന് ഉപ്പളത്ത് നിന്ന് എടുത്ത്. ഗ്രൈൻഡർ വേണ്ട ഉമ്മ പറഞ്ഞു. ഇത് ഗൗണ്, പിന്നെ ഇത് എനിക്ക് ചെറുതാകുന്നുണ്ട്. ഞാൻ ഇടയ്ക്ക് പിന്നെ പാൻറ്റ് ഇട്ട്. ഡ്രസ്സ് കാണാൻ നല്ല ഉണ്ട് എൻ്റെ ഡ്രസ്സ്, മാത്രം എനിക്ക് കുറച്ചും അത് ഹൈറ്റ് കുറവ്. ഐശ്വര്യ ബീന്ന് തന്നെ പണി. ഇന്ന് 2-3 കുറി വീണിട്ടായി. ഇപ്പം നടക്കുന്ന അത്ര അല്ല, ഇങ്ങനെ പിച്ച വെച്ചിട്ട് ബീന്ന് തന്നെ പണി. എൻ്റെ ഭാഷ കുറേ ആൾക്ക് മനസ്സിലാകുന്നുണ്ടാവില്ല. നമ്മളെ ഇങ്ങോട്ടുണ്ടവർക്കല്ല അങ്ങോട്ടും ഉള്ളവർക്ക് കുറേ ഭാഷ ഇങ്ങനെ നമ്മളെ മലയാളം ഇങ്ങനെ മിക്സായിട്ടല്ലേ ഉള്ളത്. എല്ലാവർക്കും മനസ്സിലാവാത്തവർ ക്ഷമിക്കണം. അങ്ങനെ ഞങ്ങളെല്ലാം സ്നാക്കെല്ലാം റെഡിയായി. പിന്നെ മോന് പണീൻ്റെ അവിടുന്ന് വന്നു, വലിയ മോനെയും വന്നിട്ട് പിന്നെ അവൻ കുളിച്ച് നിസ്കരിച്ച് ഓതി എല്ലാം ആക്കിയിട്ട് പിന്നെ ഞമ്മ സ്നാക്കെല്ലാം റെഡി ആയിട്ടുണ്ടായിരുന്നു. അവൻ വരുമ്പോൾ പിന്നെ ചായ എല്ലാം വെച്ച് കുടിച്ച്. ഞാൻ ചായ കുടിക്കാനില്ല, നെയ്മും കുടിക്കാനില്ല. ഫാത്തിമയും നബിലും കുടിച്ച്, പിന്നെ റിസ്വാനും ഉണ്ടായി, അവനും കുടിച്ച്. അതുപോലെ കഴിച്ചിട്ട് എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു. മക്കളെല്ലാം നല്ലതിന്. പിന്നെ നമ്മളെ കുമ്പളങ്ങാലുവാണ് നല്ല ടേസ്റ്റ് ഉണ്ടായി. അത് കുറേ നാളായി നെയ്മ കൊണ്ടച്ചിട്ട് കുമ്പളങ്ങ അവിടെ ബാക്കിയാണ്. ആരും തിന്നില്ല ഇവിടെ. പച്ചക്കറി ആർക്കും ഇഷ്ടമില്ല, എനിക്ക് മാത്രം ഇഷ്ടം. അങ്ങനെ ഇപ്പോൾ ജിമ്മിനൊന്നും പോയില്ല, 15 ദിവസമായി ജിമ്മിന് പോകാത്ത. അങ്ങനെ ഇപ്പോൾ ഡയറ്റെല്ലാം എൻ്റെ കുറഞ്ഞിന്. ഇപ്പോൾ ഭയങ്കര തടിയും കൂടിന്. മടിയാകുന്നുണ്ട്, പോകാനേ ആകുന്നില്ല. 3 മാസത്തെ പൈസ കെട്ടിയിട്ട് മുമ്പേ വെച്ചിന്. ജിമ്മിന് പോകാനിങ്ങനെ ഇഷ്ടമില്ല. ഇപ്പോൾ ഒരു മടിയാകുന്നുണ്ട്. കുമ്പളങ്ങാലുവ ഭയങ്കര ടേസ്റ്റായിട്ടുണ്ട് വന്നു മക്കൾ. നല്ല ആയിട്ടുണ്ടുമ്പോൾ നല്ല ആയിട്ടുണ്ട്. പിന്നെ പള്ളിക്കും കൊടുത്തു, ഞങ്ങളും തിന്നു. പിന്നെ ആർക്ക് കൊടുക്കാനൊന്നും കഴിഞ്ഞിട്ടേ ഇല്ല. അപ്പുറത്തിപ്പോൾ നല്ല കൊടുക്കണമെന്ന് വിചാരിച്ച് ഇങ്ങനെ ഓരോന്ന് തന്നെ പിള്ളേർ വന്ന് അങ്ങനെ തിന്ന് അങ്ങനെ ആയിട്ട് അത് തീർന്നു. ഇന്നത്തെ എന്താക്കിയിട്ടില്ല. ഇന്ന് ചിക്കൻ കറിയും വത്തളും ഉണ്ടാക്കണം വിചാരിക്കുന്നു ഇൻഷാ അല്ലാ. പിന്നെ കുറച്ച് സ്നാക്കും ആക്കണം. കിച്ചണിക്കേ പോയിട്ടായിരുന്നു. ഇനിയിപ്പോൾ അസർ നിസ്കരിച്ച് പിന്നെ കിച്ചണിക്ക് പോകണമെന്ന് ഇരിക്കണം ഇൻഷാ അല്ലാ. നിങ്ങളെ ബറാത്തിയെല്ലാം എങ്ങനെ പോയി എന്ന് കമൻറ്റ് ചെയ്തോണം. നിങ്ങൾ ഡ്രസ്സെല്ലാം ഇട്ടാൽ എന്ത് സ്നാക്കെല്ലാം ഉണ്ടാക്കിയതെന്ന് പറയണം. ആരും ഇപ്പോൾ കമൻറ്റ് എഴുതുന്നേ ഇല്ല, ഒരാളും എഴുതുന്നില്ല. ലൈക്കും ഇല്ല, കുറവായിന്. ഇത് ജാവത്തെ പത്തള് ഫാത്തിമാക്കുന്നത്. ഞങ്ങൾ പത്തളെല്ലാം ആയ പിന്നെ ബീഫിൻ്റെ കറിയെല്ലാം റെഡിയായി. ഞങ്ങൾ പിന്നെ കഴിച്ച് ഒരു സവാളയും കട്ടാക്കിയിട്ട് എല്ലാവരും കഴിച്ച്. പിന്നെ വൈകുന്നേരം സ്നാക്കെല്ലാം കഴിച്ചതല്ലേ, എല്ലാവരും കുറച്ച് കഴിച്ച്. എല്ലാവർക്കും നോമ്പുണ്ടാ എന്ത് കമണ്ടിൽ എഴുതണം. മുന്നെല്ലാം നോമ്പ് ഞാൻ ഇഷ്ടം പോലെ നോമ്പ് പിടിക്കുന്ന ആൾ. ബിയാസ്യം തിങ്കളാഴ്ച എപ്പോഴാണ് എനിക്ക് നോമ്പ് തന്നെ. ഇപ്പോൾ നോമ്പ് പിടിക്കാനേ പറ്റുന്നില്ല. ഇത് പറ്റിയെന്നിട്ട് അറിയുന്നില്ല. അങ്ങനെ ഇപ്പോൾ ഭയങ്കര ടയേർഡാകുന്നുണ്ട് ഇന്ന് നോമ്പ് പിടിച്ചിട്ട്. പിന്നെന്ത് മക്കളെ,
വിശാല നമുക്ക് റംസാൻ മാസം നോമ്പ് പിടിക്കുമ്പോൾ അത്ര അറിയുന്നില്ല. ഇപ്പം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നോമ്പ് പിടിക്കാൻ നമുക്ക് അതിനേയില്ല. മുന്നേ നോമ്പ് പിടിക്കാൻ ഭയങ്കര ഉഷാറ് ഞാൻ. ഇപ്പം പിടിക്കാനേ പറ്റുന്നില്ല, എന്തായിന്ന് അറിയുന്നേ ഇല്ല. കഥ എനിക്ക് കഴിയുന്നില്ല, ആൻറ്റിപ്പിലായിട്ട് അത് എടുത്തിട്ടില്ല. എല്ലാ പണിയും നല്ല ഭയങ്കര കഷ്ടമല്ലേ എന്നല്ല എല്ലാ പണിയാകുമ്പോഴേക്ക്. നെയ്മും നബിയിലെല്ലാം ഇടുന്നതന്നെ എടുത്തത് ഡ്രസ്സ്. ആദ്യമേ ഉപ്പളത്തെ എടുത്തത്. ഇത് ഗാന്ധാരി മുളക്, നല്ല ഗാന്ധാരി മുളക് ഉപ്പിലിട്ട് സിർക്കയും ഉപ്പും ഗാന്ധാരി മുളക് നല്ല ആയിട്ടുണ്ട്. മാത്രം ഭയങ്കര കാരമായി ഗാന്ധാരിക്ക്. തിന്നതിന് ശേഷം എനിക്ക് സഹിക്കാനേ പറ്റിയിട്ടില്ല മക്കളെ. വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യണം. ഓക്കെ, ബായ്. അടുത്ത വീഡിയോ ആയി കാണാം.